ഗുരുതരമായ അഴിമതി ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മുൻ എക്സൈസ് മന്ത്രിയാണ് MP രാജേഷ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ LDF സർക്കാരിന്റെ മുന്നിലേക്കും നികുതി ഇളവ് പറഞ്ഞുകൊണ്ട് ബക്കാടി അടക്കമുള്ള ചില കമ്പനികളുടെ അപേക്ഷകൾ സർക്കാരിന്റെ മുന്നിലേക്ക് വന്നതാണ്. അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത സമയത്താണ് അത് വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. അതിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, അതിലെ രാഷ്ട്രീയ കാരണം വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നിരവധി ബാറുകൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തുണ്ട്. അതിന്റെ ഭാഗമായി LDF സർക്കാരിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അതുകൂടാതെ വലിയ നഷ്ടം അത് സർക്കാരിന് ഉണ്ടാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ 10 മുതൽ 20% വരെ ആൽക്കഹോൾ ഉള്ള ഇത്തരം വീര്യം കുറഞ്ഞ മദ്യം വരുന്നതോടുകൂടി അത് സുലഭമായി കിട്ടും എന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വലിയൊരു വിഭാഗം പണമാണ് ഇതുമൂലം ഇല്ലാതാവുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് അന്ന് ആ നീക്കം ഇല്ലാതായത്. ഈ പറയുന്ന സമയത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് തന്നെയാണ് ഇന്നത്തെയും ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള GSTയുടെ മുൻ കമ്മീഷണറും ഇപ്പോൾ നിലവിലുള്ള ചുമതലക്കാരനുമായ രത്തൻ കേൽക്കർ, അതുപോലെ തന്നെ GSTയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം അറിയാതെ ഇങ്ങനെ ഒരു നീക്കം നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.